പന്നിമുഖി അമ്മയുടെ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ വയറ്റിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ കാണിക്കുക. വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. പന്നിമുഖി അമ്മയുടെ ശത്രുബാധ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വയറുവേദന, കലശലായിട്ടുള്ള വയറുവേദന ആണ് ആരംഭം വയ്ക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അറിവുള്ള ആള് അതിനറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അത് മാറിക്കും, വിട്ടുപോകും. അല്ലെങ്കിൽ അത് ഇങ്ങനെ കൂടുതലായി നിൽക്കാത്ത അവസ്ഥയാവും. ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു ആഭിചാര പ്രവൃത്തിയിൽ വരുന്നതാണ് ആ പന്നിമുഖി. അപ്പോൾ ആ പന്നിമുഖി അമ്മയുടെ മന്ത്രം അല്ലെങ്കിൽ ഒരു ബാധാദോഷങ്ങൾ വന്ന സമയത്ത് എന്താണെന്നറിയില്ല, ഏതാണ് ബാധ എന്നറിയില്ല. അപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരുടെ വീട്ടിൽ, തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഈ വീട്ടുകാർക്ക് ഭയങ്കര വിഷമം, വയ്യായിക, വയറുവേദന ഡോക്ടറെ കാട്ടിയിട്ടൊന്നും ഭേദമില്ല, സമാധാനമാവണില്ല. അപ്പം അന്ന് എനിക്കൊരു സ്വപ്നം കാണിച്ചു തരികയാണ്. ഒരു അമ്പലം, ആ അമ്പലത്തിൻ്റെ ഭാഗത്ത് ഭയങ്കര ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയച്ഛനെ എനിക്ക് കാണിച്ചു തരാണ്. ആളൊക്കെ മരിച്ചു, അദ്ദേഹത്തിനെ ഉദാഹരണപ്പെടുത്തിയിട്ടാണ് കാണിച്ചു തരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ചെറിയച്ഛൻ ഒരു കോഴീനെ, ഒരു കറുത്ത കോഴീനെ, കരിങ്കോഴീനെ എടുത്തിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണമെന്ന് കാണിച്ചു തരുന്നത്. ചെറിയച്ഛൻ ചെയ്തൊന്നല്ല കേട്ടോ പറഞ്ഞത്, ചെറിയച്ഛനൊക്കെ മരിച്ചിട്ട് കാലങ്ങളായി. അപ്പോൾ ഈ കോഴീനും കൊണ്ട് അദ്ദേഹം ഉള്ളിൽ കയറി അത് പിന്നെ എന്തോ അങ്ങനെ ആയി. അപ്പോൾ അവിടെ കർമ്മം ചെയ്തു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ കാണുന്നത് വെച്ചാൽ വലിയൊരു തകിട്, ആ തകിട് എഴുതി വെച്ചിട്ടുണ്ട്. ആ തകിട് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു പന്നിയായിട്ട് മാറുക, പന്നിയുടെ രൂപം അതിൻ്റെ ഉള്ളിൽ വരിക. എന്നിട്ട് അത് ശരിക്കും ഇങ്ങനെ ആ പന്നികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്ന പോലെ ഇട്ടിട്ട് ഇങ്ങനെ കടിക്കുക. അപ്പോൾ പന്നിമുഖി കുടൽമാല, കുത്ത് ചിന്തി അങ്ങനെ പറഞ്ഞിട്ടാണ് അതിൻ്റെ മന്ത്രമുണ്ട്. അപ്പം അത് കുടൽമിലാണ് ആളെ പിടുത്തം വിടുക, ആ ശക്തി വന്നു കഴിഞ്ഞാൽ. അപ്പം അതേ പറഞ്ഞു വയറുവേദന ആയിരിക്കുന്നു. അപ്പം ഇതെനിക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു. ആ തകിട് ഏതൊരു തകിടാണ് യന്ത്രം വരച്ചിട്ട്, നല്ല യന്ത്രമാണ്. ആ യന്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നീട് അത് മാറിയിട്ട് രൂപമാറ്റം വന്നിട്ട് പന്നിയാവുക. ആ പന്നി വന്നിട്ട് പിന്നെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അത് വയറാണ്, കുടലിന്മേ കടിക്കുന്ന രൂപ കാണിച്ചു തരുന്നത്. അന്നാണ് ഈ സംഭവം ഇവർ ഈ കാര്യം പറയണത്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ശരി, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടേക്കാണ് ഇങ്ങനെ സംഭവം വരുന്നുണ്ട്, അതിനെ മുൻകൂട്ടിയിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം അത് മനസ്സിലാക്കി. വാരാഹിയാണ് അല്ലെങ്കിൽ പന്നിമുഖിയാണ്, ആ പന്നിമുഖിയുടെയാണ് ബുദ്ധിമുട്ട് ഇവർക്ക് കാണിച്ചു തരണത്. അതും ഈ കരിങ്കോഴീനെ കൊണ്ടുവന്ന് കർമ്മം ചെയ്തിട്ട്, അത്രയും ശക്തമായിരിക്കുന്ന കർമ്മിയ, ആ കർമ്മിയുടെ നിർദ്ദേശപ്രകാരമാണ് സാധനം അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇവരോട് വീട്ടിൽ വന്നിട്ട് കർമ്മം ചെയ്യാനായിട്ടുള്ള അതിൽ മുന്നേ നോക്കുക. ആ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവർ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഒരു മണി ഉണ്ടാവും, രാത്രി 1 മണി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ പന്നി കരയണ സൗണ്ട് പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ഇവർ വിചാരിച്ച് കുട്ടികളാണ് കരയണത് എന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവരും വന്ന് ചെവിടെ പുറത്ത് നോക്കുമ്പോൾ ഒരു പന്നി കരയണ സൗണ്ട് കേട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആള് ശബ്ദം ഉണ്ടാക്കിയിട്ടാണ്, സിഗ്നൽ കൊടുത്തിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണിച്ചു തന്നതും ഇതൊക്കെ കൂടിയിട്ട് കൂട്ടി വായിക്കാൻ പറ്റുന്ന സംഭവമായിരുന്നു. അങ്ങനെ അപ്പോൾ ശക്തമാണ് വരാഹി അല്ലെങ്കിൽ പന്നിമുഖി എന്നൊക്കെ പറയുന്നത്. ശക്തമായിട്ടുള്ള മന്ത്രങ്ങളും അതേപോലെ തന്നെ ആ ദേവി വന്നു കഴിഞ്ഞാൽ അത്രയും ദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ട് പോവുക. അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു അതിനെ ആവാഹിച്ച് മാറ്റി. അങ്ങനെ മാറ്റിയതിന് ശേഷമാണ് അവർക്ക് വയറുവേദനയ്ക്ക് അവിടെ സമാധാനം ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മളിത് കേൾക്കുന്നവർ ചിലപ്പോൾ എല്ലാവരും കളിയാക്കും, ഒരാളും വിശ്വസിക്കില്ല. അപ്പം നമുക്ക് ആരും വിശ്വസിപ്പിക്കാനല്ല, പക്ഷെ ഈ കർമ്മ മേഖല കൂടി പോകുന്ന ആളുകൾ അവർക്ക് ഇത്തരം സന്ദർഭങ്ങളൊക്കെ നേരിടേണ്ട അവസ്ഥകൾ വരും.
അപ്പം അത് സാധാരണ എല്ലാവരും ഇങ്ങനെ ഒരു കണക്ക് നോക്കാന്ന് പറയും, ചിലർ പ്രശ്നം നോക്കാന്ന് പറയും, ചിലർ നെല്ലിൽ എന്തെങ്കിലും നോക്കണവരുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു തരത്തിൽ നോക്കണവരുണ്ട്, വെറ്റിലയിൽ നോക്കണവരുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല, ഇന്നതാണ് ഇന്നതെന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അഥവാ അറിഞ്ഞാലും കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ എത്തിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ ശൈലിയുള്ള കർമ്മങ്ങളുണ്ട്, അവർ ആചരിച്ചു വരുന്ന കർമ്മങ്ങൾ. ചിലപ്പോൾ അതിൽ പെട്ട് കഴിഞ്ഞ് ചിലപ്പോൾ കൃത്യമാകാം, അല്ലെങ്കിൽ വീണ്ടും അത് വിഷമങ്ങളായിട്ട് നിൽക്കുക. അപ്പം അതിനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത് എന്നുള്ളതിലാണ് നമുക്കവിടെ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. തലേ ദിവസം തന്നെ സ്വപ്നത്തിലായാലും കാണിച്ചു തന്നിട്ടുള്ളത്. അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് മാറ്റി നല്ലൊരു അരസം കൊടുത്തു, അതോടുകൂടി നന്നായി. അപ്പം ഈ ദേവതകൾ വന്നു കഴിഞ്ഞാൽ അത് വളരെ അലസമായിട്ട് വിടാൻ പാടില്ല. നാളെ ഒരു വേറെ വ്യക്തിക്കായാലും ശരി, വയറുവേദന വന്നു കഴിഞ്ഞ് നേരെ ആശുപത്രി കൊണ്ടുപോകും. അവർ പറയാവുന്ന ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അവർ പറയും, അത് മരുന്ന് ചെയ്യും. അത് രോഗമാണ് വെച്ചാൽ കൃത്യമായിട്ട് 100% മാറ്റം ഉണ്ടാകും. രോഗമാണെങ്കിൽ ഇത് ഇനി ശരിക്കും തനിയുള്ള രോഗമല്ല, മറ്റുള്ള സംഗതികളെ കൊണ്ട് വരണമെന്ന് വെച്ചാലോ അതിന് മരുന്ന് ചെയ്തിട്ടും ഫലം ഉണ്ടാവില്ല. മരുന്ന് ചെയ്യാം, പക്ഷെ കൃത്യത ഉണ്ടാവില്ല. അപ്പം അതിനെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ആഭിചാരമൂർത്തികൾ എന്താണ് അതിന് ദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനവിടെ മരുന്ന് ഫലിക്കും. അപ്പം അങ്ങനെ കൃത്യമായിട്ട് നോക്കിയറിഞ്ഞ് കൃത്യമായിട്ടുള്ള പൂജകൾ ചെയ്ത് ആ ബാധാമൂർത്തിനെ എന്തെങ്കിലും ഉപാധികളിലേക്ക് ആവാഹിച്ച് അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് മാറ്റിയാൽ തന്നെ അത് മാറുള്ളൂ. അതേപോലെ ശക്തമായിട്ട് അവിടെ ഒതുങ്ങുന്നില്ല വെച്ചെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, ഏതാണ് മൂർത്തി എന്ന് തിരിച്ചറിഞ്ഞാൽ എളുപ്പമായി, അല്ലെങ്കിൽ നിരങ്ങലേ ഉണ്ടാകുള്ളൂ. എന്നിട്ട് ആ പന്നിമുഖിയുടെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടേക്ക് ഒരു കോഴീനോ അല്ലെങ്കിൽ ഒരു അർച്ചനയ്ക്കോ പ്രത്യേകം വഴിപാട് കഴിഞ്ഞിട്ട് അവിടെ കൊടുക്കുക. ആ സാധനം അവിടെ നിന്നോളും. അപ്പം ഇങ്ങനെ കർമ്മങ്ങളൊക്കെ വരുമ്പോൾ, ബാധാദോഷങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം ഒരേപോലെ ആയിരിക്കില്ല. വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കർമ്മത്തിലും ചിലപ്പോൾ അടങ്ങിക്കൊള്ളണമെന്നില്ല. ഒരാളുടെ അടുത്ത് പോയി കർമ്മം ചെയ്ത് അത് വിട്ട് ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ ശരിയാകില്ല. ഇതിൻ്റെ റൂട്ട് അങ്ങനെയാണ്. ചിലവർ ഒരു കാര്യത്തിന് തന്നെ പല സ്ഥലത്തും പോയിട്ട് നേരെ കയറി ഇറങ്ങി കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു കാര്യത്തിന് വേണ്ടി 10 ആളുടെ ക്ഷേത്രത്തിൽ 10 കർമ്മികളുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു കർമ്മിയുടെ അടുത്തിന് 10 തവണ പോകേണ്ടി വന്നാൽ പോയിട്ടും ശരിയാകാതെ വന്നു കഴിഞ്ഞാൽ ഇതിനോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടും. പിന്നെ എല്ലാവരും പറ്റിക്കുന്ന ആളുകൾ എന്നുള്ളൊരിതിലാണ് വരിക. എന്നാൽ ശരിക്കുള്ള സ്ഥലത്തേക്ക് ഇത് എത്തിയിട്ടുണ്ടാവില്ല, ഇത് ദോഷങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കാണാത്തോടത്തോളം കാലം ഇദ്ദേഹം വീണ്ടും ദുരിതത്തിന് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അദ്ദേഹം മാറിയ വേറെ ആൾക്കാർ കിട്ടിയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞു വന്നത് കൃത്യതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുക. അപ്പം ഇങ്ങനെയാണ് പന്നിമുഖിയുടെ ഒരു ഇത് വന്നപ്പോൾ അതിന് നമുക്ക് കർമ്മം ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായി, കൃത്യമായിട്ട് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പന്നിമുഖിയുടെ മറ്റും ഇതേപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ വരാം. ഇപ്പം ചൊവ്വയാവാം, അതും വേറെ ശൈലിയിലൊക്കെ ഉപദ്രവിക്കാം. ചൊവ്വ നമ്മളൊക്കെ വന്നു കഴിഞ്ഞ് രക്തം വെട്ടിയിറക്കുക ചെയ്യാം. രക്തം മൂത്രമൊഴിക്കുന്നതും വയറ്റിൽ നിന്ന് പോകുന്നതൊക്കെ രക്തമാവും. ആളിനെ കൊല്ലുന്നിട്ടേ പോകുള്ളൂ അവർ. അപ്പോൾ അതേപോലെ തന്നെ ചാത്തനോ കരിങ്കുട്ടിയോ ഗുളികനോ പറക്കുട്ടിയോ എല്ലാവരും ഓരോ തരത്തിലുള്ള ഉപദ്രവങ്ങൾ കാഴ്ചവെക്കുന്നവരാണ്. അപ്പോൾ അത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് മാറ്റുക. അപ്പോൾ നന്നായിരിക്കും. അതിനൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ ധർമ്മദൈവങ്ങൾ പവർഫുള്ളായിരിക്കണം. കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ശക്തി നിത്യം പൂജിക്കുക, നിത്യം കർമ്മങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ കർമ്മങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉത്തമത്തിലും മധ്യമത്തിലും കർമ്മം ചെയ്ത് അവരെ പവർഫുള്ളാക്കുക. അങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് വിചാരിച്ച പോലെ കർമ്മങ്ങൾ ചെയ്യാനോ അതിൻ്റെ പരിഹാരങ്ങൾ കാണാനോ ഒക്കെ പറ്റുക. ഇപ്പോൾ ഒരു അഷ്ടമംഗല്യ പ്രശ്നമോ താമ്പൂല പ്രശ്നമൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കർമ്മങ്ങൾ വരിക. ഫസ്റ്റിൽ തന്നെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ, ഇത് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒതുക്കം വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ സുദർശനം, തൃഷ്ടുപ്പ്. അപ്പോൾ ഇത് നിത്യം ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ടും ചെയ്യാം. വലിയ സുദർശനം, ചെറിയ സുദർശനം, തൃഷ്ടുപ്പ് അല്ലെങ്കിൽ അഘോര, ഇങ്ങനൊക്കെ കർമ്മങ്ങൾ അതൊരു 3008 4008. അതേപോലെ തന്നെ തിലഹോമം അത്ര ഒരു 22,000 32,000 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ കർമ്മികൾ അറിയാതെ തന്നെ ഇവരുടെ ശക്തിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ
ഇത് പഷ്ടമില്ലത്തിൻ്റെ അല്ലെങ്കിൽ താമ്പൂലത്തിൻ്റെ പരിഹാരത്തിൽ വരണതാണ്. ഒരു സാധാരണ കർമ്മി ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സുദർശനോ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇട്ടിട്ട് അവനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പണിയിൽ അവസാനിപ്പിക്കും. അപ്പം അത് വിട്ടുപോകില്ല, കയ്യുമ്മ മുളഞ്ഞനായ പോലെയുള്ളൂ. അത് ഇതുമൊന്നാക്കി അവിടെ തൊട്ട് അതൊന്നും വിട്ട് കയ്യൊന്നും പോവില്ല. അപ്പോൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകട്ടെ, വിജയങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.